നടുവേദന, അതു പിന്നെ കാലിലേക്കിങ്ങനെ പടർന്നിറങ്ങുന്നൊരു തരം അസഹനീയമായ വേദന. സ്ലിപ്ഡ് ഡിസ്ക് ആണെന്ന് ഡോക്ടർ പറയുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്നത് എന്തായിരിക്കും? ഓപ്പറേഷൻ വേണോ, അതോ മരുന്ന് മാത്രം മതിയോ? ഇത് ശരിക്കും ഒരു വലിയ ചോദ്യമാണ്. അപ്പോൾ ഈയൊരു കാര്യമാണ് നമ്മളിന്ന് വിശദമായിട്ട് നോക്കാൻ പോകുന്നത്. അതെ, ഡിസ്ക് പ്രൊലാപ്സ്. നിങ്ങൾക്ക് ശരിക്കും ഒരു സർജറി വേണോ, അതോ വെറുതെ ഒരു ഓപ്പറേഷനിലേക്ക് നമ്മളെ തള്ളിവിടുന്നതാണോ? ഇത് ഒരുപാട് പേരുടെ മനസ്സിലുള്ള ഒരു സംശയമാണല്ലേ? ശരി, അപ്പോൾ നമുക്കിതിന്റെ സത്യാവസ്ഥ എന്താണെന്നൊന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്തണമെങ്കിൽ നമ്മൾ ആദ്യം സംസാരിക്കുന്ന ഈ പ്രശ്നം എന്താണെന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന്റെ ശാസ്ത്രീയമായ പേരാണ് ലംബർ ഡിസ്ക് ഹെർണിയേഷൻ, അല്ലെങ്കിൽ ചുരുക്കി LDH എന്ന് പറയും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മുടെ നട്ടെല്ലിലെ കശേരുക്കൾക്കിടയിലുള്ളൊരു ഡിസ്കില്ലേ, അത് പുറത്തേക്ക് തള്ളി വന്ന് കാലിലേക്കുള്ള ഞരമ്പിൽ പോയി അമർത്തുന്നു. അപ്പോഴാണ് കാലിലേക്ക് ഒരു കറന്റ് ഷോക്ക് അടിക്കുന്ന പോലെയുള്ള ആ ഒരു വേദന വരുന്നത്. സത്യം പറഞ്ഞാൽ ലോകമെമ്പാടും ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണത്. ശരി, അപ്പോൾ ഒരാൾക്ക് LDH ആണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ സാധാരണയായി ഡോക്ടർമാർ നമ്മുടെ മുന്നിൽ പ്രധാനമായിട്ടും 2 വഴികളാണ് വയ്ക്കുക. 2 ചികിത്സാരീതികൾ. അപ്പോൾ എന്തൊക്കെയാണ് ഈ 2 വഴികൾ? നോക്കൂ, ഒരു ഭാഗത്ത് ഓപ്പറേഷൻ ഇല്ലാത്ത ചികിത്സ, അതിനെയാണ് നമ്മൾ കൺസർവേറ്റീവ് കെയർ എന്ന് പറയുന്നത്. അതിലെന്തൊക്കെ വരും? ഫിസിയോതെറാപ്പി, വേദന കുറയാനുള്ള മരുന്നുകൾ, പിന്നെ ചിലപ്പോൾ എപ്പിഡ്യൂറൽ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷനുകളൊക്കെ എടുക്കേണ്ടി വരും. ഇനി മറുഭാഗത്ത് നോക്കിയാലോ, അതാണ് സർജറി. അതായത് ആ തള്ളി നിൽക്കുന്ന ഡിസ്കിന്റെ ഭാഗം ഒരു ഓപ്പറേഷനിലൂടെ എടുത്തുമാറ്റുന്നു. മൈക്രോ ഡിസെക്ടമി പോലെയുള്ള പുതിയ ടെക്നിക്കുകളൊക്കെ ഇപ്പോഴുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഇതിൽ ഏതാണ് നല്ലത്, അല്ലേ? ശരി, നമുക്ക് ആദ്യം കുറഞ്ഞ കാലയളവിൽ, അതായത് ആദ്യത്തെ കുറച്ചു മാസങ്ങളിൽ എന്തു ഫലമാണ് കിട്ടുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ഡേറ്റ കാണാൻ പോവുകയാണ്. അപ്പോൾ അത് ശരിക്കും മനസ്സിലാവണമെങ്കിൽ MCID എന്നൊരു വാക്ക് എന്താണെന്ന് അറിയണം. മിനിമം ക്ലിനിക്കലി ഇമ്പോർട്ടൻ്റ് ഡിഫറൻസ്. സംഭവം ഇത്രയുള്ളൂ. ഒരു രോഗിക്ക് എൻ്റെ വേദനയ്ക്കിപ്പോൾ ശരിക്കും ഒരു കുറവുണ്ടെന്ന് ഫീൽ ചെയ്യണമെങ്കിൽ വേദന എത്രമാത്രം കുറയണം, ആ ഒരു അളവിനെയാണ് നമ്മൾ MCID എന്ന് പറയുന്നത്. സാധാരണയായി 10ൽ 2 പോയിന്റിൻ്റെ ഒരു വ്യത്യാസമെങ്കിലും വേദനയിൽ വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു മാറ്റം ശരിക്കും അനുഭവപ്പെടാറുള്ളൂ. ശരി, ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് വരാം. ഈ കാണുന്ന ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കൂ. ഇത് ആദ്യത്തെ 6 മാസത്തെ കാര്യമാണ് പറയുന്നത്. സർജറി ചെയ്തവരുടെ വേദന വളരെ പെട്ടെന്ന് കുറഞ്ഞു വരുന്നത് കണ്ടോ? അതേസമയം ഓപ്പറേഷൻ ചെയ്യാത്തവരുടെ വേദന കുറയുന്നുണ്ട്, പക്ഷെ അത്ര വേഗത്തിലല്ല. ആ വ്യത്യാസം വളരെ വ്യക്തമാണ്. കൃത്യമായൊരു കണക്ക് പറഞ്ഞാൽ 6 മാസം കഴിയുമ്പോൾ സർജറി ചെയ്തവർക്ക് മറ്റുള്ളവരെക്കാൾ 2.4 പോയിന്റ് വേദന കുറവായിരുന്നു. ഒന്ന് ഓർത്തു നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ MCID വെറും 2 പോയിന്റ് ആയിരുന്നു അല്ലേ? അപ്പോൾ അതിനേക്കാൾ വലിയൊരു വ്യത്യാസമാണിത്. അതായത് തുടക്കത്തിൽ സർജറി നൽകുന്ന ആശ്വാസം വളരെ വലുതാണ്. അത് രോഗിക്ക് ശരിക്കും ഫീൽ ചെയ്യും. ഇത് വെറുതെ ഒരു പഠനത്തിൽ പറയുന്ന കാര്യമല്ല. ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിൻ, BMJ, അങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ ജേണലുകളിൽ വന്ന വലിയ പഠനങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നൊരു കാര്യമാണിത്. തുടക്കത്തിൽ ആ ആദ്യത്തെ കുറച്ചു മാസങ്ങളിൽ വേദന കുറയ്ക്കാൻ ഏറ്റവും നല്ലത് സർജറി തന്നെയാണ്. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. തുടക്കത്തിൽ സർജറിയാണ് ബെസ്റ്റ് എന്ന് നമ്മൾ കണ്ടു. ശരി, പക്ഷെ കാലം കുറച്ചുകൂടി മുന്നോട്ടു പോകുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമായി മാറുന്നത്. ഈ ഗ്രാഫുകൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കൂ. ഇത് 1 വർഷത്തെ കാലയളവിലെ മാറ്റമാണ് കാണിക്കുന്നത്. തുടക്കത്തിൽ സർജറി ഗ്രൂപ്പും മറ്റേ ഗ്രൂപ്പും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ടായിരുന്നു അല്ലേ? പക്ഷെ സമയം മുന്നോട്ടു പോകുന്തോറും ഏകദേശം 1 വർഷമാകുമ്പോഴേക്കും കാലിലെ വേദനയുടെ കാര്യത്തിലും നടുവേദനയുടെ കാര്യത്തിലുമെല്ലാം ആ 2 ഗ്രൂപ്പുകളും തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു വരുന്നത് കണ്ടോ? തുടക്കത്തിലുണ്ടായിരുന്ന ആ വലിയ മുൻതൂക്കം പതിയെ ഇല്ലാതാവുന്നു. അതായത് ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1-2 വർഷം കഴിയുമ്പോഴേക്കും സർജറി ചെയ്തവരും ചെയ്യാത്തവരും തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുതാകും. എത്രയാണ് ചെറുതാകുമെന്ന് ചോദിച്ചാൽ മിക്ക ആളുകൾക്കും അവരുടെ സാധാരണ ജീവിതത്തിൽ അതൊരു വ്യത്യാസമായിട്ട് തോന്നുക പോലുമില്ല. ഒരുപാട് പഠനങ്ങളെ ഒരുമിച്ച് ചേർത്ത് വിശകലനം ചെയ്ത ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് പറയുന്നതും ഇതുതന്നെയാണ്. അതിന്റെ രത്നച്ചുരുക്കം ഇതാണ്. അതെ, സർജറി ചെയ്താൽ വളരെ പെട്ടെന്ന് ആശ്വാസം കിട്ടും, സംശയമില്ല. പക്ഷേ ലോങ് റണ്ണിൽ, അതായത് ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ സർജറി ചെയ്തവരും ചെയ്യാത്തവരും ഏകദേശം ഒരേ അവസ്ഥയിൽ തന്നെയായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അവസാനം റിസൾട്ട് ഏകദേശം ഒരുപോലെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സർജറി? പക്ഷേ അങ്ങനെയല്ല. ചില സാഹചര്യങ്ങളിൽ സർജറി തന്നെ വേണം. അത് മാത്രമായിരിക്കും ശരിയായ ഉത്തരം. അതെ, അതൊരു വളരെ ന്യായമായ ചോദ്യമാണ്. റിസൾട്ട് അവസാനം ഒന്നാണെങ്കിൽ പിന്നെ ആർക്കാണ് ശരിക്കും ഒരു ഓപ്പറേഷന്റെ ആവശ്യം വരുന്നത്? നമുക്ക് നോക്കാം.
ചില നിർണായക സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ സർജറി ഒഴിവാക്കാൻ പറ്റില്ല. സാധാരണയായി എപ്പോഴാണ് ഡോക്ടർമാർ സർജറി നിർദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ഒന്നാമതായി നമ്മൾ ഈ പറഞ്ഞ ഓപ്പറേഷൻ ഇല്ലാത്ത ചികിത്സകൾ, അതായത് ഫിസിയോതെറാപ്പിയും മരുന്നുകളുമൊക്കെ ഒരു 4-6 ആഴ്ച ചെയ്തിട്ടും ഒരു മാറ്റവുമില്ലെങ്കിൽ, പിന്നെ വേദന സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണെങ്കിൽ, അതുമല്ലെങ്കിൽ കാലിലെ മസിലുകൾക്ക് ബലം കുറഞ്ഞു പോവുക, പാദം കുഴഞ്ഞു പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണെങ്കിൽ ഈ അവസ്ഥകളിലൊക്കെ സർജറി ഒരു ഓപ്ഷനായി വരും. ഇവിടെ ടൈമിംഗ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ മസിലുകൾക്ക് ബലക്കുറവുള്ള രോഗികളിൽ ഒരു 6 ആഴ്ചക്കുള്ളിൽ തന്നെ സർജറി ചെയ്താൽ 90% ആളുകൾക്കും പൂർണ്ണമായി ഭേദമാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടുതൽ കാത്തിരിക്കുന്നത് ഒരുപക്ഷെ നല്ലതായിരിക്കില്ല. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഒരു അന്തിമ തീരുമാനത്തിലെത്തുക? ഓർക്കുക, ആ തീരുമാനം നിങ്ങളുടേതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് തികച്ചും വ്യക്തിപരമാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് വേദന മാറി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരണോ? അതാണോ നിങ്ങളുടെ പ്രയോറിറ്റി? അതോ സർജറിയുടെ റിസ്ക്കും അതിന്റെ ചിലവുമൊക്കെ ഒഴിവാക്കി കുറച്ചു സാവധാനമായാലും കുഴപ്പമില്ല എന്ന് കരുതുന്ന ആളാണോ നിങ്ങൾ? ഈ 2 കാര്യങ്ങളും പരിഗണിച്ചു വേണം ഒരു തീരുമാനമെടുക്കാൻ. ഇത് ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. സയന്റിഫിക് റിപ്പോർട്ട്സ് എന്ന ജേർണലിൽ വന്ന ഒരു വാചകം ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്ക് സർജറി വേണം എന്ന് ഡോക്ടർക്ക് തോന്നിയാൽ പോലും ഓപ്പറേഷൻ ഇല്ലാത്ത ചികിത്സയെക്കുറിച്ചും ആ രോഗിയുമായി സംസാരിക്കണമെന്നാണ്. ഇതിനെയാണ് ഷെയർഡ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഡോക്ടറും രോഗിയും ഒരുമിച്ച് സംസാരിച്ചു ഒരു തീരുമാനത്തിലെത്തുക. അപ്പോൾ ഈ 2 വഴികളും നിങ്ങൾ കണ്ടല്ലോ. സർജറിയിലൂടെയുള്ള പെട്ടെന്നുള്ള ആശ്വാസവും മറ്റേ രീതിയിലൂടെയുള്ള പതിയെയുള്ള മാറ്റവും. ഇനി നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് രോഗമുക്തി അല്ലെങ്കിൽ റിക്കവറി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അത് വളരെ പെട്ടെന്ന് കിട്ടുന്ന ഒരു ആശ്വാസമാണോ? അതോ ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സുസ്ഥിരമായ മാറ്റമാണോ? ഈ ഒരു ചോദ്യത്തിനുള്ള നിങ്ങളുടെ ഉത്തരം എന്താണോ അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ശരിയായ ചികിത്സാ രീതി തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നത്.